ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആവട്ടെ. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. രാവിലെ മുതലുള്ളത് കുറച്ച് കാര്യങ്ങൾ. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇന്നലത്തെ ഒരു ക്ലിപ്പും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ആരും കമൻ്റ് ഒന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നമുക്ക് നേരെ വിശേഷങ്ങളിലേക്കൊക്കെ അങ്ങനെ പോവാം കേട്ടോ. അപ്പോൾ രാവിലെ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ കോട്ടയ്ക്കൽ പോകുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ സാരിയൊക്കെ കൊടുത്ത് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം രാവിലത്തെ പിന്നെ ചോറും കറിയും ഉപ്പേരിയൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം നമ്മൾ എന്തായാലും പോയിട്ട് എത്തുമ്പോഴേക്ക് വൈകുന്നേരമാകും. ആ വൈകുന്നേരം ആകുമ്പോഴേക്ക് പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മടി പിടിച്ചിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാത്രിക്ക് പിന്നെ ആ ഒരു ടൈമിലൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ പണി തീർത്തിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അങ്ങനെ അപ്പൂസിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. കൂട്ടത്തിൽ ഞാനും പോകുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ പോയതായിരുന്നു രാവിലെ. അപ്പോൾ ഏകദേശം മനു പോയതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇറങ്ങിയതിന് ശേഷമാണ് രാവിലെ നമ്മൾ തിരക്കിട്ട് ഓരോന്ന് ചെയ്യുന്ന ആ ഒരു ധൃതിയിൽ ഞാൻ കുരുമുളക് പരത്തിയിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ വേഗം അതൊന്ന് പരത്തിയിട്ടതായിരുന്നേ. പിന്നെ ഞങ്ങൾ പോയി വന്നു. പിന്നെ ഞാൻ കാണിക്കുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നതേ നമ്മൾ അടിക്കാനും അതുപോലെ അലക്കാനും അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുറ്റമൊക്കെ കംപ്ലീറ്റ് അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വെള്ളം ഒഴിച്ചത്. ഞാൻ അലക്കി കഴിഞ്ഞതിന് ശേഷം മുറ്റത്ത് കംപ്ലീറ്റ് വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മുറ്റത്ത് പിന്നെ നമ്മൾ കുരുമുളക് ഇട്ടിരിക്കുക ആയതുകൊണ്ട് അവിടെ ഒന്നുമില്ല. അല്ലാത്ത മുറ്റത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എത്ര വെള്ളം ഒഴിച്ചാലും മതിയാവാത്തൊരു സമയമാണ് കേട്ടോ. അത്രയ്ക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് ചൂട് കൂടിയ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ മുറ്റമൊക്കെ നന്നായിട്ട് വരണ്ട് നല്ല രീതിയിൽ തന്നെ പൊടി പാറുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ പൊടി പാറും. ആ ഒരു രീതിയിൽ തന്നെ പൊടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്ന് കുറയ്ക്കണമെങ്കിൽ ഇനി നമ്മൾ അലക്കുന്ന ആ ഒരു ടൈമിലുള്ള വെള്ളം കംപ്ലീറ്റ് അല്ലാത്ത രീതിയിൽ ഞാൻ ഇവിടെ നനച്ചു കൊടുക്കാറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ കിട്ടുന്ന വെള്ളം നമുക്കിവിടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സോപ്പിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചെടിക്കോ അല്ലെങ്കിൽ ഒരു സാധനത്തിനും ഒഴിച്ചു കൊടുക്കണ്ട. മുറ്റത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് പോയിക്കോളല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പണികൾ അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് അടിച്ചു വരാനും തുടയ്ക്കാനും നനയ്ക്കാനും അങ്ങനെയുള്ളതൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം മനു വന്നതിന് ശേഷം. അപ്പം അങ്ങനെ അലക്കാനുള്ളതൊക്കെ അവിടെ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനിടയ്ക്ക് നമുക്ക് ടാങ്ക് ഒരു പണി തന്നിട്ടുണ്ട് എന്നുള്ളത്. 2-3 ദിവസമായിട്ട് നമ്മൾ വെള്ളം അടിക്കും പിന്നെ കാണില്ല എന്നുള്ളത്. അപ്പോൾ ഇത് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാനുണ്ട് കേട്ടോ. 2 ദിവസം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വേറെ ഒന്നല്ല കേട്ടോ, നമ്മൾ നേരെ മറിച്ച് വെള്ളം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ഇത് നമ്മൾ അടിക്കുന്ന സമയത്തായാലും കുറച്ച് നേരം വെള്ളം ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് അത്ര ധൃതി വരുന്നില്ലല്ലോ, നമുക്ക് അത്യാവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അതിനങ്ങോട്ട് മെനക്കെടാതിരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെന്താ വെച്ചാൽ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുള്ള ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. കോട്ടയ്ക്കൽ പോകാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും നമുക്ക് പോയേ പറ്റുള്ളൂ, മാറ്റി വയ്ക്കാനൊന്നും പറ്റില്ല. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പൂസിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത്ര ദൂരം അവന് പോകാൻ പറ്റുമോ എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവിടെ പോകണം എന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ അതിങ്ങനെ ആലോചനയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പൂസ് ഉച്ചയ്ക്ക് നേരമണ്ണം ചോറൊന്നും ഉണ്ണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവന് എന്തോ കറിയൊന്നും പറ്റുന്നില്ല, ഉപ്പേരി പറ്റുന്നില്ല, കറി പറ്റുന്നില്ല, മീനാണെങ്കിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ മുരിങ്ങയാണെങ്കിൽ അവന് ഇഷ്ടമാണ്, കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് മുരിങ്ങ എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ മുരിങ്ങയൊക്കെ
എന്താ പറയുക, വേഗം ഇങ്ങനെ മഴക്കാലത്ത് ഉണ്ടാവുന്നത് പോലെ അങ്ങോട്ട് ഉണ്ടാവില്ല. പിന്നെ ഉണങ്ങി നിൽക്കുന്നത് പോലുള്ളൊരവസ്ഥയായതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. എന്നാലും ഞാൻ ഉള്ളതൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. അങ്ങനെ അത് പൊട്ടിച്ച് കൊണ്ടുവന്നു. അതൊക്കെ അവിടെ നന്നാക്കി നമ്മൾ ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ദോശയും ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നു. അപ്പോൾ ഞാൻ യെല്ലോ ഗ്രീൻ പീസ് ഉണ്ടല്ലോ, അത് ഇപ്പം അതേ കിട്ടാനുള്ളൂ തോന്നുന്നു കേട്ടോ. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് അറിയില്ലേ. അപ്പോൾ ഏതായാലും അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. പിന്നെ ഞാൻ ചായയ്ക്കും അതുപോലെ വെള്ളം തിളപ്പിക്കാനും ദോശയ്ക്ക് ഒഴിക്കാനുള്ളതും കൂടെ വെച്ച് കൊടുത്തിട്ട് വേഗം ഗ്രീൻ പീസൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നോളല്ലോ. അപ്പോൾ ദേ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് എടുക്കുകയാണ് കേട്ടോ. ഇതിൽ പിന്നെ നമ്മൾ തേങ്ങയൊന്നും അരയ്ക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തിക്കായിട്ട് തന്നെ അതിൻ്റെ കറി ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വേഗം എടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. കമൻറ്റ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ടൊക്കെ നമ്മൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ അധികം കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി എന്നെ ഇത്രത്തോളം എത്താൻ സഹായിച്ച ഒരുപാട് പേരുണ്ട്. അപ്പം തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം, അതാണ് പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇതേ അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ച് വന്നപ്പോൾ അത് മാറ്റി വെച്ചിട്ട് കുക്കർ വേഗം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം ദോശയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ പച്ചരി പൊടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ആദ്യം സാധാ വെള്ളം ഉപയോഗിച്ചിട്ടൊന്ന് കലക്കി എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഇത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ, ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. അപ്പം മനുവിന് ക്ലാസ്സും കാര്യങ്ങളും ഉണ്ടെന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ. പിന്നെ അതേ ഇന്ന് വഴുതനങ്ങ ആണ് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇതിവിടെ ഞാൻ കഴിക്കില്ല, ഇവരും കഴിക്കില്ല കേട്ടോ. ഇനി ഉണ്ടാക്കി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നമ്മൾ വഴുതനങ്ങ വേണമെന്ന് വിചാരിച്ച് വാങ്ങിച്ചിട്ടുള്ളതായിരുന്നില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാമ്പാറിൻ്റെ ഒരു കിറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന്, സാമ്പാർ കഷ്ണങ്ങളുള്ള കിറ്റ്. അപ്പോൾ ആ കിറ്റിലുണ്ടായിരുന്നതാണ് ഇതുപോലെ വഴുതനങ്ങ. സാമ്പാറിന് വേണ്ടിയിട്ടുള്ള കഷ്ണം എന്ന് പറയാം, വെണ്ടയ്ക്ക് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാക്കിയൊന്നും സാമ്പാറിനുള്ള കഷ്ണങ്ങളായിരുന്നില്ല. ശരിക്കും നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ നാട്ടിലൊക്കെ എന്താണെന്ന് വെച്ചാൽ വഴുതനങ്ങ, വെള്ളരിക്ക ഇങ്ങനെയുള്ള കഷ്ണങ്ങളൊന്നും അതിൽ ചേർക്കില്ല. ക്യാരറ്റ്, കായ ഇതൊന്നും ചേർക്കില്ല. നമ്മളെ സാമ്പാറിൽ വെണ്ടയ്ക്ക, അതുപോലെ മുരിങ്ങാക്കായ, ഉരുളക്കിഴങ്ങ്, തക്കാളി, ഈ ഒരു കഷ്ണങ്ങളാണ് നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിൽ ഉണ്ടാവുക. പിന്നെ അതിലേക്ക് പരിപ്പ് ചേർക്കും, അതുപോലെ കായപ്പൊടി, അങ്ങനെയുള്ള സാമ്പാറിൻ്റെ മല്ലി, ഇതുപോലെയുള്ള തേങ്ങ വറുത്തരയ്ക്കുക, ഇങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടാവും. അല്ലാതെ വേറെ കഷ്ണങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ പൊതുവേ ഉള്ള സാമ്പാറിൽ ഉണ്ടാവാറില്ല കേട്ടോ. സദ്യയ്ക്ക് ഉണ്ടാക്കുന്ന സാമ്പാറിലും ഇങ്ങനെ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നല്ല. ഇപ്പം എന്ത് കഷ്ണം ഉണ്ടായാലും അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ആ സാമ്പാർ ഇഷ്ടമല്ല, അങ്ങനെ ഉണ്ടാക്കും ചെയ്യാറില്ല കേട്ടോ. എന്തായാലും വെണ്ടയ്ക്ക നിർബന്ധമാണ്. ഇനി മുരിങ്ങക്കായ ഇല്ലെങ്കിലും ഉരുളക്കിഴങ്ങും അതുപോലെ പരിപ്പും തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കും കേട്ടോ. അല്ലാത്ത രീതിയിൽ ഈ ഒരു കഷ്ണങ്ങളൊന്നും വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാറില്ല. അപ്പം അങ്ങനെ അതേ പറഞ്ഞു വന്ന് നമ്മുടെ വഴുതനങ്ങയും കൂടെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ പപ്പടം കാച്ചി കുറച്ച് വെളിച്ചെണ്ണ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എല്ലതും റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ എണ്ണ പിന്നെ നമ്മൾ മാറ്റി വയ്ക്കണമൊന്നുമില്ല, അത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കറിയിൽ വറുത്തിടാനായിട്ടുണ്ട്. അതുപോലെ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇതും ഞാൻ പറഞ്ഞ പോലെ വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ആവിയിലാണ് ഈ വഴുതനങ്ങ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് കഴിക്കുകയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എന്നിട്ട് ഞാൻ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. ചിലർ വഴുതനങ്ങയൊക്കെ ചില കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമെന്നൊക്കെ പറയണത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പം കൊടുത്ത് നോക്കാം, നമുക്ക് വറുത്തിട്ടും പൊരിച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോശ നമ്മളിങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദോശ നമ്മൾ ചുട്ടെടുക്കാൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ചിലവഴിക്കാനുണ്ടാകും കേട്ടോ. ആ ഒരു ടൈം കൊണ്ട് നമ്മൾ എല്ലാ പരിപാടിയും തീരുന്നു വേണമെങ്കിൽ തന്നെ പറഞ്ഞെടുക്കാം. അപ്പോഴേ നമ്മൾ ദോശ പരിപാടി തീരുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് കറിയായി, ഉപ്പേരിയായി, അതുപോലെ ചോറും വെച്ചു. അപ്പോഴും ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ
ഉപ്പേരി അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ചെറുതീയിൽ അങ്ങനെ കിടന്നിട്ട് ആവട്ടെ കേട്ടോ. അപ്പോൾ ദേ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയും വിശേഷങ്ങളും എന്ന് പറയാം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇത്ര നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ. ടാറ്റാ ബൈ.